ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത് വിസ്മയ മോഹൻലാൽ മുഖ്യ കഥാപാത്രമായ ചിത്രമാണ് തുടക്കം. തുടക്കം എന്ന ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇന്ന് കർക്കിടവാവിൻ്റെ അവധി ദിവസമായിരുന്നു. ഇന്നും മികച്ച രീതിയിലുള്ള കളക്ഷൻ തുടക്കം എന്ന ചിത്രം നേടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തിങ്കളാഴ്ച കൊണ്ട് 50 കോടിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ തുടക്കം എന്ന ചിത്രം ചൊവ്വാഴ്ച മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി. അപ്പം ചൊവ്വാഴ്ചത്തെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഫാക്നിക്ക് നൽകുന്ന കണക്കും പ്രകാരം ചൊവ്വാഴ്ച കേരളത്തിൽ നിന്ന് 1,70,00,000 രൂപ കളക്ട് ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ കേരള കളക്ഷൻ 13,92,00,000 കേരള കളക്ഷൻ ചെന്നെത്തി നിൽക്കുന്നു. ഏകദേശം 14 കോടി രൂപയോടും കേരള കളക്ഷനായിട്ട് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ വിസ്മയിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സൂപ്പർ താര ചിത്രങ്ങളെല്ലാം കേരളം ഒഴിച്ചുള്ള ബാക്കി സ്ഥലങ്ങളെല്ലാം 1 കോടിയും 2 കോടിയൊക്കെ നേടുന്നത് കണ്ടു. പ്രത്യേകിച്ച് ലാലേട്ടൻ ചിത്രങ്ങൾ 5 കോടിയും 6 കോടിയൊക്കെ നേടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പുതിയൊരു നായിക മുഖ്യ കഥാപാത്രമായ ചിത്രം മലയാളത്തിൽ അന്യഭാഷയിലൊക്കെ 1 കോടി നേടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ കാഴ്ച. ലോക നേടിയിട്ടുണ്ട്. ലോകയ്ക്ക് പക്ഷേ നഫ്ലിനും പിന്നെ എന്താ പറയുന്നത് ദുൽഖറും ടോവിനും ഒക്കെ കൂട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെയല്ല, ലാലേട്ടൻ ചെറിയ കഥാപാത്രമായിട്ടാണ് വന്നു പോയിരിക്കുന്നത്. എന്നിട്ട് പോലും കർണാടകത്തിൽ നിന്ന് ഈ ചിത്രം 1 കോടി പിന്നിടുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. കർണാടക കളക്ഷനും മികച്ച രീതിയിൽ പോകുന്നു, തമിഴ്നാട് കളക്ഷനും മികച്ച രീതിയിൽ പോകുന്നു. അങ്ങനെ ഇന്ത്യയിലെ ലോകമെമ്പാടും തുടക്കം ഒരു തരംഗമായി ആഞ്ഞടിക്കുകയാണ്. വൈകാതെ തന്നെ തുടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. ഇതിനിടയിൽ വേൾഡ് വൈഡ് കളക്ഷൻ്റെ കണക്കുകൾ ഫാക്നിക്ക് പുറത്ത് വിടുമ്പോൾ ഇന്ത്യ ഗ്രോഫായിട്ട് 15,78,00,000 രൂപയും ഓവർസീസ് കളക്ഷൻ 13,90,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 29,68,00,000. അപ്പോൾ ഇന്നുകൊണ്ട് 30 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. ഇന്നുകൊണ്ട് 32 കോടി കടക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. 29,68,00,000 രൂപയാണ് ഫാക്നിക്ക് നൽകുന്ന കണക്ക്. ഷോകളുടെ എണ്ണം 5,740 ഷോയിൽ നിന്ന് ട്രാക്ക് ചെയ്ത കണക്കുകളാണ് ഈ പുറത്ത് വിടുന്നത്. അപ്പം മികച്ച രീതിയിലുള്ള കളക്ഷൻ, ബുക്കിംഗ് മികച്ച രീതിയിൽ പോകുന്നു. കർക്കിടകവാവായ ഇന്ന് അവധി ദിവസമായിരുന്നു. ഇന്ന് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നുണ്ട്. അപ്പോഴും ഇതേപോലുള്ള കളക്ഷൻ തന്നെ നാളെയും പ്രതീക്ഷിക്കാം. അപ്പം വൈകാതെ തന്നെ ഇത് 50 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാക്കാം. അപ്പം ചിത്രം കണ്ടവർ കമൻ്റ് ഇടുക, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ ബൈ.